Hello students, അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടെസ്റ്റാണ് റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അതും കൺവേർജൻസ് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതാണ് ഇത് ടെസ്റ്റ് പറയുന്നത്. ഇഫ് സിഗ്മ n equal to 1 to infinity an is a series with non-zero terms and if limit n tends to infinity modulus value of an plus 1 by an is equal to L, then sigma n equal to 1 to infinity an is convergent absolutely when n less than 1. ഈ ടെസ്റ്റുകളും അതുപോലെ ഈ കൺവേർജൻസ് ചെക്ക് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സീരീസ് ഉണ്ട്. ആ സീരീസിൽ നമ്മൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് വാല്യൂ ഓഫ് an പ്ലസ് 1 ബൈ an കാൽക്കുലേറ്റ് ചെയ്യുക. ആ വാല്യൂവിനെ L എന്ന് വിളിച്ചാൽ എല്ലിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. And sigma series an is divergent when L less than 1 greater than 1 or L equal to infinity. L equal to infinity വരികയോ അല്ലെങ്കിൽ Lൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ് വെൻ L equal to 1. That is the series may converge or diverge when L equal to 1. L equal to 1 ആയിരിക്കുമ്പോൾ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺക്ലൂഷൻ പറയാൻ നമുക്ക് പറ്റില്ല. എന്താണ് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ആവും, നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. ആ സമയത്ത് കൺവേർജ് ചെയ്യുകയോ ഡൈവേർജ് ചെയ്യുകയോ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യുന്നുണ്ടാവും, നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. L equal to 1 ആകുന്ന സമയത്ത് ടെസ്റ്റ് ഫെയിൽ ആവും എന്നാണ് പറയുന്നത്. ഇത് ഈ രണ്ട് വാല്യൂസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് രണ്ട് കൺക്ലൂഷൻസ് വരുന്നത്. അപ്പോൾ L equal to 1 ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല. അതാണ് ടെസ്റ്റ്. റേഷ്യോ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ വെദർ ദ സീരീസ് സിഗ്മ n equal to 1 to infinity minus 1 raised to n minus 1 into n square plus 1 by 2 raised to n is absolutely convergent, conditionally convergent or divergent. ഈ തന്നിരിക്കുന്ന സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ അതോ കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ അതോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിലായതുകൊണ്ട് നമുക്കെപ്പോഴും എളുപ്പം റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാനാണ്. ഒരു കോഷ്യൻ ഫോമിലല്ലേ എടുക്കുന്നത്, ഇത് ദിസ് ബൈ ദിസ് എന്നുള്ളൊരു കോഷ്യൻ ഫോമിലാണ് ഇത് എടുക്കുന്നത്, ഇതിലെ ടേംസ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കിതിന് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ nth ടേം എന്ന് പറയുന്നത് -1 raised to n minus 1 n square plus 1 by 2 raised to n ആണ്. നമുക്ക് ഇതിൻ്റെ റേഷ്യോ, അതായത് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് മോഡുലസ് വാല്യൂ ഓഫ് an പ്ലസ് 1 ബൈ an കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇത് കംപ്ലീറ്റ് കാണിച്ചിട്ടില്ല, നിങ്ങളത് ചെയ്യണം കേട്ടോ. -1 ഹോൾ റേസ് ടു n പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 ബൈ 2 റേസ് ടു n പ്ലസ് 1 മുഴുവൻ എഴുതിയിട്ടുണ്ട്. ഇത് an പ്ലസ് 1 ആണ്. എവിടെയൊക്കെ n ഉണ്ടായിരുന്നോ അവിടെയൊക്കെ n പ്ലസ് 1 എന്ന് കൊടുത്തത്. ഇത് anൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എടുക്കേണ്ടത് ഇവിടെ ഡിനോമിനേറ്ററിലല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ ഈ -1 ഹോൾ റേസ് ടു എന്നും ഈ -1 ഹോൾ റേസ് ടു n മൈനസ് 1 ഒക്കെ പോവും. പിന്നെ അതുപോലെ ഇവിടെ 2 റേസ് ടു n പ്ലസ് 1 ഉണ്ട്, ഇവിടെ 2 റേസ് ടു n ഉണ്ട്. അപ്പോൾ അത്രയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് അടിയിലൊരു 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് n പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1, ദാറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 2 അവിടെ ഉണ്ട്. താഴെ n സ്ക്വയർ പ്ലസ് 1 അതും അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത്. പിന്നെ ഇതിൽ നിന്ന് n സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാം, ഇതിൽ നിന്ന് n സ്ക്വയർ ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള ടേംസിൽ നിന്ന് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ലിമിറ്റ് നമുക്ക് 1/2 എന്നാണ് കിട്ടുക. ആ സ്റ്റെപ്പ് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് ചെയ്യണം. n സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുന്ന ആ സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്ത് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് 1/2 ആണ് കിട്ടണമെന്ന് മനസ്സിലാവും. 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. L കിട്ടിയത് 1/2 ആണ്. L ഈസ് ലെസ് ദാൻ 1. L ലെസ് ദാൻ 1 ആണെങ്കിൽ തന്നിരിക്കുന്ന സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്നാണ് ടെസ്റ്റിൽ പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ കൺക്ലൂഷൻ? ദ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ്. അടുത്തത് ഡിറ്റർമിൻ വെദർ ദ സീരീസ് സിഗ്മ n equal to 1 to infinity -1 whole raised to n factorial by 3 raised to n is absolutely convergent, conditionally convergent or divergent. അപ്പോൾ ഇത് 3 ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് റേഷ്യോ ടെസ്റ്റ് മാത്രമല്ല, ഇതൊരു കോഷ്യൻ്റ് ഫോമിലാണ് എടുക്കുന്നത് an എന്നുള്ള ടേം. റേഷ്യോ ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് an വരുന്നത് -1 whole raised to n factorial by 3 raised to n ആണ്.
അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an എടുക്കുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ n ഉള്ളിടത്തെല്ലാം n പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ -1 റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ 3 റേസ് ടു n പ്ലസ് 1 വരും. എൻ്റെ പ്ലേസിൽ അതിൻ്റെ റെസിപ്രോക്കൽ ഡിനോമിനേറ്ററിലല്ലേ an. ഇവിടെ മോഡുലസ് വാല്യൂ ഇട്ടിട്ടില്ല. നിങ്ങൾ മോഡുലസ് വാല്യൂ ഇടാൻ മറക്കരുത്. മോഡുലസ് വാല്യൂ ഇടണം. അപ്പോൾ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ ഇവിടെ മോഡുലസ് വാല്യൂ ഇടുക, ഇവിടെ മോഡുലസ് വാല്യൂ ഇടുക. മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ ഈ -1 റേസ് ടു n പ്ലസ് 1 പോവും, -1 റേസ് ടു n പോവും. അതൊക്കെ +1 ആയിട്ട് പോവും അല്ലേ. പിന്നെ മുകളിൽ n പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ട്, താഴെ n ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ n പ്ലസ് 1 ഫാക്ടോറിയലിൽ നമുക്ക് n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 ആണ് അല്ലേ. n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ വരെയുള്ളവരുടെ പ്രൊഡക്റ്റ് ഒരുമിച്ച് എഴുതുക. n വരെയുള്ളവരുടെ പ്രൊഡക്റ്റ് ഒരുമിച്ച് എഴുതുമ്പോൾ അത് n ഫാക്ടോറിയൽ, പിന്നെ n പ്ലസ് 1 മാത്രം ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് മുകളിലൊരു n പ്ലസ് 1 ബാലൻസ് ഉണ്ടാവും. താഴെ 3 റേസ് ടു n പ്ലസ് 1 ഉണ്ട്, ഇവിടെ 3 റേസ് ടു n ഉണ്ട്. ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പോൾ 3 ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആണ് വരിക. ഇൻഫിനിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഗിവൺ സീരീസ് ഡൈവേർജൻ്റ് ആണെന്നാണ് റേഷ്യോ ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ ഗിവൺ സീരീസ് ഈസ് ഡൈവേർജൻ്റ്. ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. രണ്ടാമത്തത് പറയുന്നില്ല. അടുത്തത് ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1 ബൈ 1 പ്ലസ് 3 പ്ലസ് 2 ബൈ 1 പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 ബൈ 1 പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ബൈ 1 പ്ലസ് 3 റേസ് ടു 4 പ്ലസ് എക്സിട്ര ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ nth ടേം നമുക്ക് an is equal to n by 1 plus 3 raised to n. ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് മനസ്സിലായതാണ് എൻ്റെ ഫോം എന്താണെന്നുള്ളത്. ആ വാല്യൂസ് വരുന്നത് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ an പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, n പ്ലസ് 1 ബൈ 1 പ്ലസ് 3 റേസ് ടു n പ്ലസ് 1. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an പ്ലസ് 1 ബൈ an എഴുതുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് വാല്യൂ ഇടാട്ടോ n പ്ലസ് 1 ബൈ 1 plus 3 raised to n plus 1 into 1 plus 3 raised to n by n. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ നിന്ന് നോക്കൂ, ഈ ഒരു ടേമിൽ നമുക്ക് n ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n. പിന്നെ ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് ഇവിടെയൊക്കെ ബ്രാക്കറ്റ്സ് ഇട്ടോളൂ കേട്ടോ. അവിടെ ബ്രാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല, നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ടോളൂ, എന്നാലാണ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ടേമിൽ 3 raised to n ഔട്ട്സൈഡ് എടുത്താൽ 1 പ്ലസ് 1 ബൈ 3 raised to n. ഇതാണ് 1 വരിക, ഇത് 1 ബൈ 3 raised to n ആയി മാറും. അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് തിരിച്ചെഴുതിയിട്ട് അതൊന്നും പ്രശ്നമില്ല, പ്ലസ് ആയതുകൊണ്ട്. അതുപോലെ താഴെ നമുക്ക് ഈ ടേമിൽ നിന്ന് 3 raised to n പ്ലസ് 1 ഔട്ട്സൈഡ് എടുത്താൽ 3 raised to n പ്ലസ് 1 ഔട്ട്സൈഡ് പോരുമ്പോൾ ഈ ടേമിൽ ബാക്കി 1 ഉണ്ടാവും. പിന്നെ ഈ ടേമിൽ 1 ബൈ 3 raised to n പ്ലസ് 1 അതൊന്നും അങ്ങോട്ട് ഇങ്ങോട്ടും തിരിച്ചെഴുതിയിട്ടുണ്ട്, അത് പ്രശ്നമില്ല. പിന്നെ ഒരു n അവിടെ താഴെയുണ്ട്. അപ്പോൾ ഈ n-ഉം n-ഉം ക്യാൻസലാവും. 3 raised to n പ്ലസ് 1-ലെ 3 raised to n-ഉം 3 raised to n-ഉം ഇവിടെ ക്യാൻസലാവും. ബാക്കി ഉള്ളതിൽ നിന്ന് ഒരു ഡിനോമിനേറ്ററിൽ ഒരു 3 ബാക്കി ഉണ്ടാവും. പിന്നെ ഈ ടേമും ഇവിടെ ബാക്കി ഉണ്ടാവും. ഈ ബ്രാക്കറ്റിലെ ടേമും ഈ ബ്രാക്കറ്റിലെ ടേമും ഇവിടെ ബാക്കി ഉണ്ടാവും. അപ്പോൾ n-ന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു 1 ബാക്കി ഉണ്ടാവും, ഇത് 0 ആയി പോവും. ഇതിൽ 1 ഉണ്ടാവും, ഇത് 0 ആയി പോവും. ഇവിടെ ഓൾറെഡി ഒരു 3 ഉണ്ട്, പിന്നെ ഇവിടെ 1, ഇവിടെ 0 ആവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വാല്യൂ ഈക്വൽ ടു 1/3 ആണ് കിട്ടുക, which is less than 1. therefore അത് absolutely convergent. ഇത് നമ്മുടെ റേഷ്യോ ടെസ്റ്റ് പ്രകാരം the given series is absolutely convergent എന്ന് കിട്ടും, l less than 1 ആയതുകൊണ്ട്. absolutely convergent ആണ് എങ്കിൽ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, എല്ലാ absolutely convergent സീരീസുകളും കൺവേർജന്റ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ given series is convergent also. given series converges എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതുമ്പോൾ അത് നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതുക. ദ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് കൺവേർജസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺവേർജൻ്റ് എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, അടുത്ത പ്രോബ്ലം, ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ്. ഇതാണ് തന്നിരിക്കുന്ന സീരീസ്. അപ്പോൾ ഇതിൽ an എഴുതുമ്പോൾ ദാ ഈ ഒരു ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ LCM എടുത്തൊന്നുകൂടെ ഇതിനെ റെഡിയാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 raised to n പ്ലസ് 2 raised to n ബൈ 2 raised to n ഇൻറ്റു 3 raised to n ആണ് എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് an പ്ലസ് 1 ബൈ മോഡ് an പ്ലസ് 1 ബൈ an എടുക്കുമ്പോൾ രണ്ടും പോസിറ്റീവ് വാല്യൂസ്, പോസിറ്റീവ് ടേംസ് ആണ്. അതുകൊണ്ട് മോഡുലസ് വാല്യൂ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നേരെ ലിമിറ്റ് എടുത്താൽ മതി. റെസിപ്രോക്കലോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്യാവുന്നതൊക്കെ മാക്സിമം ക്യാൻസൽ ചെയ്ത് അത് നിങ്ങൾ ചെയ്യാട്ടോ. ഇനി കുറേ പ്രോബ്ലംസിലായി ഇത് ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ക്യാൻസൽ ചെയ്യുന്നത് പറയുന്നു. ഞാനിനി അത് പറയുന്നില്ല, നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ലിമിറ്റ് നമുക്ക് 1/2 എന്നാണ് കിട്ടുക, വിച്ച് ഈസ് ലെസ് ദാൻ 1. ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഗിവൺ സീരീസ് എല്ലിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് ആദ്യം എഴുതുക, ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കൺവേർജൻ്റ് എന്ന് എഴുതുക. കാരണം എന്താ, ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിട്ടുള്ള എല്ലാ സീരീസുകളും കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് പക്ഷെ തിരിച്ചു പറയാനായിട്ട് പറ്റില്ല കേട്ടോ. കൺവേർജൻ്റ് ആണെന്ന് വിചാരിച്ച് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. കണ്ടതാണ് നമ്മളത് മുൻപ്. ഓക്കെ, അടുത്തത് ടെസ്റ്റ് ദ convergence of the series sigma n equal to 0 to infinity n cube plus 1 divided by 5 raised to n plus 1. ഇതാണ് തന്നിരിക്കുന്ന സീരീസ്. an എഴുതി, an plus 1 എഴുതി, ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, ലിമിറ്റ് ലെസ് ദാൻ 1 കിട്ടി. അഗെയിൻ സെയിം കൺക്ലൂഷൻ, ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് ആൻഡ് ബൈ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് ആൻഡ് ഹെൻസ് കൺവേർജസ് എഴുതി വെക്കുക. ഒന്നിലും ഈ ആബ്സല്യൂട്ട് കൺവേർജൻസ് എഴുതിയില്ല, നിങ്ങൾ അത് എഴുതിയിട്ട് പിന്നെ കൺവേർജ് ചെയ്യും എന്ന് എഴുതിക്കോളൂ. അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ടാണ് അത് എഴുതാത്തത്, പ്രശ്നമില്ല. എന്നാലും നിങ്ങൾ എഴുതുമ്പോൾ അത് എഴുതിയത് നല്ലതാണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം സെയിം പ്രോബ്ലം. ഒരു മിനിറ്റ്, ഇതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ചെക്ക് ചെയ്യാനാണ്. കെ ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് an എഴുതി, an plus 1 എഴുതി, ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, ലിമിറ്റ് 1/k ആണ് വരുന്നത്. അപ്പോൾ കൺവേർജൻ്റ് ആവണമെങ്കിൽ 1/kയുടെ വാല്യൂ ലെസ് ദാൻ 1 വരണം എന്നാണ് കൺക്ലൂഷൻ നമുക്ക് പറയാൻ പറ്റുക, അല്ലേ? ലെസ് ദാൻ 1 ആകുമ്പോഴല്ലേ ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആൻഡ് ഹെൻസ് കൺവേർജൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 1/kയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ് എങ്കിൽ നമുക്ക് കൺവേർജൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. 1/kയുടെ വാല്യൂ ലെസ് ദാൻ 1 ആവാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ k ഗ്രേറ്റർ ദാൻ 1 ആവുക, അല്ലേ? അപ്പോൾ k ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ സീരീസ് കൺവേർജൻ്റ് ആണ്. ഇനി 1/kയുടെ വാല്യൂ, അതായത് എല്ലിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. 1/kയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവാന്ന് വെച്ചാൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ k ലെസ് ദാൻ 1 ആകുമ്പോഴത് ഡൈവേർജൻ്റ് ആയിരിക്കും. അതാണ് അപ്പോൾ അതിലെ കൺക്ലൂഷൻ എഴുതാൻ പറ്റുക. പിന്നെ k = 1 ആകുമ്പോൾ ടെസ്റ്റ് ഫെയിൽ ആവും എന്നുള്ളത് എഴുതി വെക്കുക. k = 1 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സീരീസ് ഈ ഒരു ഫോമിലാവും, സിഗ്മ n = 1 to infinity n² എന്നുള്ള ഫോമിലാവും. അപ്പോൾ റേഷ്യോ ടെസ്റ്റിൽ നിന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇൻകൺക്ലൂസീവ് ആണല്ലോ, ടെസ്റ്റ് ഫെയിൽ ആവും. പക്ഷേ k = 1 ആകുന്ന സമയത്ത് നമ്മുടെ ഗിവൺ സീരീസ് ഈ ഒരു ഫോമിലേക്ക് മാറും. ഈ സീരീസ് ഡൈവേർജൻ്റ് ആണ്, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഡൈവേർജൻ്റ് ആണ് എന്നുള്ളതും കൂടി എഴുതി വെക്കുക. അപ്പോൾ അതാണ് അതിൽ നിന്ന് കൺക്ലൂഷൻ എഴുതാൻ പറ്റുക. ഓക്കെ, അടുത്തത് ഈ സീരീസാണ്. ഇതിൽ നിന്ന് an നമ്മൾ ഇതാണ് എഴുതിയിരിക്കുന്നത്. താഴെ അതെങ്ങനെ കുറേ ടേംസ് വരുന്നുണ്ട്. ഒരു വലിയൊരു ടേം വരുന്ന ഒരു പ്രോബ്ലമാണിത്. നോക്കി കണ്ടോ, വലിയൊരു ടേമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ an plus 1 എഴുതുമ്പോൾ ഇത് രണ്ട് അടിയിൽ നോക്കി, ന്യൂമറേറ്ററിൽ 2 × 4 × 6 × എക്സിട്രയാണ്, അപ് ടു 2n വരെ ചെയ്യാമെന്ന് വിചാരിക്കുക. അത് താഴെ 3 × 5 × ഇവിടെ 4 × 6 × 8 × അങ്ങനെയാണ് മുന്നേ പോണത്. 3 × 5 × 7 × 2n plus 1 വരെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 4, 6, 8 ആ രീതിയിലാണ് പോണത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ ഇവിടെ 2 ആയിരിക്കുമ്പോൾ ഇവിടെ 4 വരെ, ഇവിടെ 2 × 4 വരുമ്പോൾ ഇവിടെ 6, ഇവിടെ 2 × 4 × 6 വരുമ്പോൾ ഇവിടെ നമുക്ക് 8 അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 × 6 × 8 × എക്സെട്ര 2n plus 2 വരെ അതുവരെ വരും. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ an ആദ്യം എഴുതി, പിന്നെ an plus 1 എഴുതി, 2n plus 1 വരെ കഴിഞ്ഞിട്ട് 2n plus 3 × ഇവിടെ എന്നുള്ളിടത്ത് എല്ലാം n plus 1 എന്നുള്ളത് കൊടുത്താൽ മതി an plus 1 കിട്ടാൻ. അപ്പോൾ an/an plus 1 കാൽക്കുലേറ്റ് ചെയ്ത് ലിമിറ്റ് എടുക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതിനകത്ത് കുറച്ച് ചെയ്യാനുണ്ട്. ലിമിറ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ലിമിറ്റ് 1 ആണെന്ന് കിട്ടും. അതുകൊണ്ട് ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആവും. അപ്പോൾ ആ പ്രോബ്ലം വലിയ മൈൻഡ് ചെയ്യണ്ട, ഈ പ്രോബ്ലം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിൽ നിന്നൊരു കൺക്ലൂഷൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രോബ്ലം വിട്ടേക്ക്, നിങ്ങളിത് ചെയ്യാൻ നിൽക്കണ്ട, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് താനും. അപ്പോൾ അത് വിട്ടേക്ക്. ഓക്കെ.